താമരശ്ശേരി ശ്രീറാം ഫിനാൻസിനെതിരെ കൂടുതൽ പരാതികളും കൂടുതൽ തട്ടിപ്പുകളും ഇപ്പോഴാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനവുമായി യാതൊരു ഇടപാടുകൾ പോലും ഇല്ലാത്ത രണ്ട് പേരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. താമരശ്ശേരി ചുങ്കം സ്വദേശിയും പ്രവാസിയുമായ ഹനീഫയുടെ പേരിൽ 6,25,000 രൂപയുടെ ലോൺ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ മൊബൈൽ കട ഉടമ അനസിൻ്റെ പേരിൽ 4 ലക്ഷം രൂപയുടെ ലോണും മൈക്കാവ് സ്വദേശി സന്തോഷിൻ്റെ പേരിൽ 6,75,000 രൂപയുടെ ലോണും എന്നിവയാണ് കോഴിക്കോട് താമരശ്ശേരി ബ്രാഞ്ചിനെതിരെ 3 പേരും ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. എന്നാൽ സാങ്കേതിക പിഴ വന്ന വിശദീകരണമാണ് അധികൃതർ ആവർത്തിച്ച് നൽകുന്നത്. ആലോചിക്കണം, ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളധികമായി തുടരെ തട്ടിപ്പിൻ്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ തന്നെ പ്രതിനിധി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശ്രീറാം ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിക്ക് വേണ്ടി. അത് ഒരു 1.5 വർഷമായിട്ട് കറക്റ്റായിട്ട് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ വണ്ടി ഒന്ന് മാറിയിട്ട് വേറൊരു വണ്ടി എടുക്കാനായിട്ട് ഞാൻ വേറൊരു വണ്ടിക്ക് വേണ്ടി ലോൺ വെച്ചപ്പോഴാണ് ഞാനിത് അറിയുന്നത്. എൻ്റെ പേരിൽ ശ്രീറാം ഫിനാൻസിൽ തന്നെ കൊമേഴ്ഷ്യൽ ലോണ്, പേഴ്സണൽ ലോണ്, ബിസിനസ് ലോൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലോണുകൾ കിടക്കുകയും അത് അവരോട് ഞാൻ ചോദിക്കുമ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞ ടെക്നിക്കൽ എറർ എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വെച്ച എമൗണ്ട് എനിക്ക് കിട്ടാതെയും ആ ഒരു ലോണ് റിജക്റ്റ് ആവുകയും ചെയ്തു. സിവിൽ സ്കോറിൻ്റെ ആണ് വിഷയം പറയുന്നത്. അതിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ പേരിലും എൻ്റെ വൈഫായിരുന്നു എനിക്ക് ആദ്യം വണ്ടി എടുത്തപ്പോൾ ഗ്യാരണ്ടറായിട്ട് തന്നത്. എൻ്റെ പേരിൽ എൻ്റെ വൈഫിൻ്റെ പേരിലൂടെ ലോൺ എമൗണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 47 ലക്ഷം രൂപയുടെ ലോണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ആകെ എടുത്തത് 2017 മോഡൽ ഒരു ഓൾട്ടോ കാറിന് വേണ്ടി 2 ലക്ഷം രൂപയാണ് എടുത്തത്. 1.5 വർഷമായിട്ട് അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരൊറ്റ ലോണേ ശ്രീറാം ഫിനാൻസിൽ ഇട്ടിട്ടുള്ളൂ. വേറെ ഒരു ലോൺ പോലും എടുത്തിട്ടുമില്ല, ഇട്ടിട്ടുമില്ല. അവിടെ സിവിൽ സ്കോറിൽ ചെക്ക് ചെയ്തപ്പോൾ കാണിക്കുന്നത് എൻ്റെ പേരിൽ 10 ലോണും വൈഫിൻ്റെ പേരിൽ 7 ലോണുമാണ് കാണിക്കുന്നത്. ആകെ ഒറ്റ ലോണേ എടുത്തിട്ടുള്ളൂ. മൊത്തം കൂടെ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ കൂട്ടിയിട്ട് 47 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെടുമ്പോൾ അവരെന്താ പറയുന്നത്? ശ്രീറാം ഫിനാൻസിൽ ഞാൻ BM-ഉമായിട്ട് സംസാരിച്ചു. BM-നോട് സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ടെക്നിക്കൽ എറർ ആണെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റാഫിന് തന്നെ ഒരു 50 ലക്ഷം രൂപയുടെ ബാധ്യത ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ഇന്ന് ഞാൻ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് പറയുന്നത് അങ്ങനൊരു ഇത് നടന്നിട്ടില്ല, ചങ്ങനാശ്ശേരിയിൽ ഇത് ആദ്യത്തെ കേസാണെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞാൻ അവിടെ ചെല്ലുകയും ശ്രീറാമിൽ ഓഫീസിൽ ചെല്ലുകയും അന്നേരം എനിക്ക് അവിടുന്ന് വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു ലെറ്റർ തരികയും ചെയ്തു. ഇന്നലെ ഞാൻ വൈകുന്നേരം വൈഫിൻ്റെയും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വൈഫിൻ്റെ 7 ലോൺ കാണിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഇന്നലെ എനിക്ക് തന്നതുപോലെ തന്നെ ഒരു ലെറ്റർ കൂടെ തരാമെന്നാണ് പറയുന്നത്. ഞാനിപ്പം ഈ 10 പേര് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഈ 10 പേരുടെയും പേരിൽ ഒരു 10 ലെറ്റർ മേടിച്ച് വെച്ചിട്ട് എനിക്ക് ഉപകാരമില്ല. ആ ലെറ്ററിൽ പറഞ്ഞത് ഇത് തന്നെയാണ്, ടെക്നിക്കൽ എറർ എന്നാണ് അത് പറയുന്നത്. ആകെ ഒരു ലോണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നിൽക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, തൃക്കുടുത്താനം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു പരാതി കൊടുത്ത് കേസായിട്ട് മുന്നോട്ട് പോകാൻ കാരണം തന്നെ ഞാൻ ഇന്നലെ ഈ ഒരു സിവിൽ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു കോഴിക്കോട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഞാനത് കാണുകയും മാതൃഭൂമിയുടെ ന്യൂസിൽ അത് കാണുകയും ചെയ്തു. അപ്പോൾ അത് എന്നെപ്പോലെ തന്നെ അവിടെ ശ്രീറാമിൽ നിന്ന് തന്നെ ലോൺ എടുത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയ പോലെ ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ലോൺ എടുത്തിട്ട് ഈ ശ്രീറാമിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആരുണ്ടെങ്കിലും അവരുടെ സിവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 3 വർഷം മുമ്പ് ശ്രീറാം ഫിനാൻസിൽ നിന്നും ഒരു ലോൺ എടുത്തിരുന്നതും അത് ക്ലോസ് ചെയ്താണെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ അത് ക്ലോസ് ചെയ്താണെന്നും ഇപ്പോൾ വന്ന പരാതിക്കാർ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മറ്റൊരു ലോണിൻ്റെ ആവശ്യത്തിനായി സിവിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോഴാണ് ശ്രീറാം ഫിനാൻസിൽ തൻ്റെ പേരിൽ ലോൺ ആക്റ്റീവായി കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞത്. അതിൽ 2 അടവ് അടച്ചതായും കാണിക്കുന്നുണ്ടെന്നും താൻ എന്നാൽ ലോണൊന്നും എടുത്തിട്ടില്ല എന്നുമാണ് ഇവർ പറയുന്നത്. എന്നാൽ ഈ ലോൺ ആക്റ്റീവായതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കേണ്ട ലോൺ നഷ്ടപ്പെട്ടുവെന്നും പരാതിക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. തന്നെ വിളിച്ചു പറയുകയോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതായി അറിയിക്കുകയോ പോലും ഇതുവരെയും ശ്രീറാം ഫിനാൻസ് അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീറാം ഫിനാൻസിനെതിരെ സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം കോഴിക്കോട് കുറ്റ്യാടി ബ്രാഞ്ചിനെതിരെയായിരുന്നു പരാതി ഉയർന്നു വന്നത്. പിന്നീട് മുക്കത്ത് ബ്രാഞ്ചിനെതിരെയും ഇപ്പോൾ താമരശ്ശേരിയിലെ ബ്രാഞ്ചിനെതിരെയും സമാനമായ രീതിയിലുള്ള പരാതികൾ ആവർത്തിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കണ്ണൂരിലും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും അവരുടെ സിബിൽ സ്കോറുകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ധന ഇടപാടുകളും നടത്തിയിട്ടില്ലാത്തവരുടെ പേരിൽ പോലും
വലിയ തുക ലോണായി എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നത്. പലരും മറ്റ് സ്ഥാപനങ്ങളിൽ ലോണിനായി അപേക്ഷിക്കുമ്പോൾ അവർക്ക് ലോൺ ലഭിക്കാതെ വരുന്നു. അതെന്തുകൊണ്ടെന്ന് പരിശോധിക്കുമ്പോഴാണ് ശ്രീറാം ഫിനാൻസിൽ നിന്നും ഇവർ അറിയാതെ ആരൊക്കെയോ ചേർന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യുന്നത്. നിലവിൽ താമരശ്ശേരിയിൽ നിന്നും 3 പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ 2 പേർ ഈ സ്ഥാപനവുമായി യാതൊരു വിധത്തിലുള്ള ധന ഇടപാടുകളും നടത്തിയിട്ടില്ലാത്ത ആളുകളുമാണ്. പ്രവാസിയായിട്ടുള്ള ഹനീഫയുടെ പേരിലുള്ളത് 6,25,000 രൂപയുടെ ലോണാണ്. മൊബൈൽ ഷോപ്പ് ഉടമയായിട്ടുള്ള അനസിൻ്റെ പേരിലാകട്ടെ 4 ലക്ഷം രൂപയാണ് ശ്രീറാം ഫിനാൻസ് എടുത്തിട്ടുള്ളത്. അനസിനും ഈ സ്ഥാപനവുമായി യാതൊരു തരത്തിലുള്ള ധനമിടപാടുകളും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇവരുടെ ID കാർഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് പരാതിക്കാർ ഉയർത്തുന്ന പ്രധാന ചോദ്യം. മൈക്കാവ് സ്വദേശിയായിട്ടുള്ള സന്തോഷിൻ്റെ പേരിൽ 6,75,000 രൂപയാണ് ലോണുള്ളത്. സന്തോഷ് ശ്രീറാം ഫിനാൻസിൽ നിന്നും 75,000 രൂപയുടെ വെഹിക്കിൾ ലോൺ മുമ്പ് എടുത്തിരുന്നു. അത് അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇയാളുടെ പേരിൽ 6,75,000 രൂപ ലോൺ എടുത്തതായി കാണിക്കുന്നു എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. എന്ത് തന്നെ ആയാലും ഇവരിപ്പോൾ എല്ലാവരും തന്നെ ഫിനാൻസ് അധികൃതരെ സമീപിച്ച് എന്താണ് ഇത്തരത്തിൽ ലോൺ കയറാൻ കാരണമെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവർ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇത് സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്ന്. അതിനാൽ നിയമപരമായി തന്നെ ഇതിനെ നേരിടാനാണ് പരാതി നൽകിയ ആളുകളുടെ എല്ലാവരുടെയും തീരുമാനം. മറ്റു രീതിയിൽ അന്വേഷിക്കുമ്പോൾ ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾക്ക് സമാനമായ രീതിയിൽ അവർ അറിയാതെ തന്നെ അവരുടെ പേരിൽ ലോൺ കയറിയിട്ടുണ്ട് എന്ന് ഈ താമരശ്ശേരി ബ്രാഞ്ചിൽ മാത്രമായി ലോൺ കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊന്നും കൂടാതെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മുക്കം, കുറ്റ്യാടി ശാഖകൾക്കെതിരെയും വയനാട് കൽപ്പറ്റയിൽ ടാക്സി ഡ്രൈവർമാരുടെ പേരിലും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഇല്ലാത്തവരുടെ പേരിൽ ലക്ഷങ്ങളുടെ വ്യാജ ലോൺ എടുത്തതായും വ്യാപകമായ പരാതികളും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. വായ്പ എടുത്തവരുടെ പേരിൽ അധിക വായ്പകൾ അടിച്ചേൽപ്പിച്ചതിന് പുറമെ ജാമ്യം നിന്നവരുടെ പേരിലും പുതിയ വായ്പകൾ എടുത്തതായി കണ്ടെത്തിയിട്ടുമുണ്ട്. തൊട്ടിൽപ്പാലം, മുക്കം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി പേർ പരാതിയായി വന്നിട്ടുമുണ്ട്. ഈ സാങ്കേതിക തകരാർ 3 ദിവസത്തിനകം പരിഹരിക്കുമെന്നാണ് ശ്രീറാം ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം. എങ്കിലും കൂടുതൽ പരാതികൾ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണവും ശക്തമായ നിയമ നടപടികളും ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞ ഇതിനൊക്കെ ബാധിതരായവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. നാം ഒന്ന് ആലോചിക്കണം, ഒരു ഫിനാൻസ് കമ്പനി ആ ഫിനാൻസുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ പേരിൽ പോലും ലോൺ നൽകിയിരിക്കുന്നു. അവർ മറ്റാവശ്യത്തിനായി ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് സിവിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോഴാണ് ശ്രീറാം ഫിനാൻസിൽ ഇവിടെ ലോൺ ഡ്യൂ ആയി കിടക്കുന്നതും അല്ലെങ്കിൽ അടയ്ക്കാതെ കിടക്കുന്നതായി അറിയുന്നത്. ഇവരത് മനസ്സാവാച അറിയാത്ത കാര്യം കൂടിയാണ്. അതായത് അവരുടെ ജീവിതത്തിൽ ഇന്നേവരെ ശ്രീറാം ഫിനാൻസിൽ പോയിട്ടില്ലാത്ത ആൾക്കാരുടെ പേരിൽ പോലും ലോൺ നൽകി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന് പിന്നിൽ അത് ആരൊക്കെയായിരുന്നാലും അവരെല്ലാവരും പിടിച്ചകത്തണമെന്നും ആവശ്യമായ ശിക്ഷാ നടപടികൾ എടുക്കണമെന്നുമാണ് ഈ പറഞ്ഞ എല്ലാവരുടെയും ആവശ്യം.